ഹലോ ആണോ? ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. സാരമില്ല, ഡോക്ടർ തുടങ്ങിക്കോ. ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ട്. സാറേ തുടങ്ങിക്കോളൂ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സാറേ. എന്റെ സൗണ്ടിന്റെ ഇത് ഓഫ് ആയിരുന്നു, അതുകൊണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പം തുടങ്ങിക്കോളൂ. ശരി, ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരെയാണ് നമ്മൾ പഠിച്ചത്. സോ ഇന്ന് അത് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡിസീസസ് ഓഫ് റീനൽ സിസ്റ്റത്തിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. വാട്ട് ഇസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി? എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി? അത് പേര് പോലെ തന്നെ ഇറ്റ് ഈസ് എ സഡൻ റിവേഴ്സിബിൾ ലോസ് ഓഫ് റീനൽ ഫങ്ഷൻ. ഇറ്റ് ഈസ് ദ സഡൻ റിവേഴ്സിബിൾ ലോസ് ഓഫ് റീനൽ ഫങ്ഷൻ. പെട്ടെന്ന് ഉണ്ടാവുന്ന ലോസ് ആണ്, പക്ഷെ അതെന്താണ്? റിവേഴ്സിബിൾ ആണ്. ദാറ്റ് ഈസ് സഡൻ റിവേഴ്സിബിൾ ലോസ് ഓഫ് റീനൽ ഫങ്ഷൻ. And its causes can be pre-renal, renal and post-renal. That means pre-renal എന്ന് പറഞ്ഞാൽ എന്താണ്? Pre-renal എന്ന് പറഞ്ഞാൽ when perfusion, that is renal perfusion is reduced. When the renal perfusion is reduced, it is the pre-renal cause. Then renal cause is that the primary insult affect the kidney itself. That is the renal cause. Renal cause il kidney itself affect ചെയ്യുവാണ്. Post renal ആണെങ്കിലോ when there is any obstruction to urine flow at any point from tubules to urethra. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് യൂറിൻ ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻ വന്നാൽ that is post renal cause. So acute kidney injury pre-renal, renal and post renal causes are there. That is pre-renal cause ൽ എന്താണ്? When the renal perfusion, kidney's renal perfusion is reduced. Renal ആണെങ്കിൽ any problem to the kidney itself. Post renal ആണെങ്കിൽ when there is any obstruction to urine flow at any point where from tubule to urethra. അപ്പോ അത്രയും കാര്യങ്ങളാണ്, ഇത്രയും കോസസ് ആണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിക്ക് ഉള്ളത്. സോ ദിസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയില് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുന്നത് പ്രീ റീനല്, റീനല്, പോസ്റ്റ് റീനല് അങ്ങനെയാണ്. പ്രീ റീനലിന് വേറെ ക്ലിനിക്കൽ ഫീച്ചർ ആണ്, റീനലിന് വേറെയാണ്, പോസ്റ്റ് റീനലിന് വേറെയാണ്. സോ പ്രീ റീനൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ടാക്കികാർഡിയ കാണും, പോസ്ചറൽ ഹൈപ്പോടെൻഷൻ കാണും, പിന്നെ കോൾഡ് പെരിഫറീസ് ആൻഡ് ഡിലേഡ് കാപ്പിലറി റിട്ടേൺ. അത് പ്രീ റീനൽ കോസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഫീച്ചർ ആണ്. കോൾഡ് പെരിഫറീസ് ആൻഡ് ഡിലേഡ് കാപ്പിലറി റിട്ടേൺ. ദെൻ അത് സെപ്സിസ് ആയി കഴിഞ്ഞാൽ that peripheries will be warm peripheries in presence of hypotension indicates the sepsis. So pre-renal മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? ടാക്കികാർഡിയ, postural hypotension, cold peripheries at first. Then when it becomes septic or when it becomes sepsis, the peripheries will become warm. That is the pre-renal symptoms. So in the case of next one, renal symptoms. What are the renal symptoms? റീനൽ കോസസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിംറ്റംസ് ആണ്. അതായത് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആവാം, അക്യൂട്ട് കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നത് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആകാം, അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ആകാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ആണ് റീനൽ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ഹെമറ്റൂറിയ വരാം, പ്രോട്ടീൻ യൂറിയ വരാം, അതെല്ലാം വരാം. ഇനി പോസ്റ്റ് റീനൽ കോസസിൽ എന്തൊക്കെയാണ്? പോസ്റ്റ് റീനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഒബ്സ്ട്രക്ഷൻ, ദാറ്റ് ഈസ് അവിടെ the patient should be clinically examined to look for the evidence of a distended bladder on USG. Distended bladder ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? Any obstruction above the level of bladder ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. That should be done. That USG should be
done. This post-renal usually accompanied by hydronephrosis. Hydronephrosis ഒരു മെയിൻ കോസ് ആണ്. അപ്പോ പ്രീ-റീനൽ ഉണ്ട്, റീനൽ ഉണ്ട്, പോസ്റ്റ്-റീനൽ ഉണ്ട് കോസസ്. Pre-renal causes അറിയാലോ, മനസ്സിലായല്ലോ, tachycardia, postural hypotension, cold peripheries at first, and then when it will become septic, warm peripheries. Then renal causes, it is the underlying causes of the renal problem. Post-renal causes, bladder obstruction. So clarify the underlying cause. That is the acute kidney injury. So എന്തൊക്കെ ഡിസീസ് കണ്ടീഷൻ ആണ്? പ്രീ റീനൽ എന്ന് പറയുന്നത് ഇമ്പയർഡ് പെർഫ്യൂഷൻ ആണ്. അതായത് പെർഫ്യൂഷൻ പ്രഷർ കുറയുന്നു. അപ്പോ അത് ഏതൊക്കെ കണ്ടീഷനിലാണ് വരിക? കാർഡിയാക് ഫെയിലിയർ, സെപ്സിസ്, ബ്ലഡ് ലോസ്, ഡീഹൈഡ്രേഷൻ, വാസ്കുലാർ ഒക്ലൂഷൻ. ദാറ്റ് ആർ ദ disease conditions for this impaired perfusion. So cardiac failure, sepsis, blood loss, dehydration and vascular occlusion. In the renal anengilo, glomerulonephritis, small vessel vasculitis, acute tubular necrosis caused due to drugs, toxins, other prolonged hypotension, interstitial nephritis, that is drugs caused due to drugs, toxins, inflammatory disease, infection, etc. Then post-renal disease എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒബ്സ്ട്രക്ഷൻ അല്ലെ, ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക. അതെന്താ? എങ്ങനെയാണത്? കാൽക്കുലസ് വഴി വരാം. യൂറിനറി കാൽക്കുലൈ, റിട്രോപീരിറ്റോഡിയൽ ഫൈബ്രോസിസ്, BPH, bladder cancer, prostate cancer, cervical cancer, other things. Okay, so that is the acute kidney failure or acute kidney injury. Then we are coming to the chronic kidney injury. What is chronic? Chronic is chronic. So it is the irreversible deterioration in renal tissue. അതിന് മറ്റേത് റിവേഴ്സിബിൾ ആയിരുന്നു, പക്ഷെ ഇതെന്താണ്? ഇറിവേഴ്സിബിൾ ഡിറ്റീരിയോറേഷൻ ആണ് renal tissue ഇഞ്ചുറിയുടെ. ഇത് കുറച്ച് നാളുകളായിട്ടുണ്ടാവുന്ന കിഡ്നി ഡിസീസ് കാരണം ഉണ്ടാവുന്ന ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്. ഇറ്റ് ഈസ് ദ ഇറിവേഴ്സിബിൾ. അത് നമുക്ക് എന്താ പറയാ, അത് നമുക്ക് അതിനൊരു മാറ്റമില്ല. ദാറ്റ് വിൽ ലീഡ് ടു, അതിന് എന്തൊക്കെയാ സംഭവിക്കുക? ദാറ്റ് വിൽ ലീഡ് ടു ലോസ് ഓഫ് എക്സ്ക്രീറ്ററി, മെറ്റബോളിക് ആൻഡ് endocrine functions of kidney, which lead to the clinical symptoms. അപ്പം കംപ്ലീറ്റ് കിഡ്നിയുടെ എല്ലാ ഫങ്ഷൻസും അവിടെ പോയിരിക്കുക. ലോസ് ഓഫ് എക്സ്ക്രീറ്ററി, മെറ്റബോളിക് ആൻഡ് എൻഡോക്രൈൻ ഫങ്ഷൻസ് ഓഫ് കിഡ്നി എല്ലാം പോയിരിക്കുക. എന്തായിരിക്കും അതിന്റെയൊക്കെ സിംറ്റംസ് വരിക? അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് GFR 30 ml കുറയും, 30 ml per minute കുറയും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ആദ്യം കാണിക്കുന്ന സിംറ്റം ആണ് നൊക്ട്യൂറിയ. ഫസ്റ്റ് കാണിക്കുന്ന സിംറ്റം ക്രോണിക് കിഡ്നി ഫെയിലിയറിൽ ഫസ്റ്റ് കാണിക്കുന്ന സിംറ്റം ആണ് നൊക്ട്യൂറിയ when this GFR is less than 30 ml per minute. പിന്നെ when this GFR then when it will become below 15 to 20, പിന്നെയും താഴുക GFR. അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുക? ടയർഡ്നെസ് ഉണ്ടാവും, ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാവും, പ്രൂറൈറ്റിസ്, അനോറെക്സിയ, വെയിറ്റ് ലോസ്, ഇതെല്ലാം ഉണ്ടാവുന്നത്. പിന്നെ അതിലും താഴെ GFR തീരെ താഴെ പോയി കഴിഞ്ഞാൽ what will happen? One important breathing, that is Kusumo's breathing, will be there due to metabolic acidosis. Okay, മനസ്സിലാവുന്നുണ്ടോ? So Kusumo's breathing ഉണ്ടാവുന്നത് അപ്പൊ ഏതിലാണ്, ഏത് കേസിലാണ് Kusumo's breathing ഉണ്ടാവുന്നത്? That is in chronic kidney failure. നോർമൽ GFRന്റെ റേറ്റ് എത്രയാണ്? ആരെങ്കിലും ഒന്ന് പറയാമോ? 125 ml per minute. ഓക്കെ ഓക്കെ, കറക്റ്റ്. അപ്പം 90, ശരിക്കും പറഞ്ഞാൽ 90 to 125 ആണ്. 90 ആണ് ഇപ്പൊ പറയുന്നത്, 90 to 125. അപ്പോ മനസ്സിലായല്ലോ. അപ്പൊ 30 ml താഴെയാണെങ്കിൽ that will leads to nocturia, 20 ml താഴെയാണെങ്കിൽ that will lead to tiredness, breathlessness, അതെല്ലാം ഉണ്ടാവും. പിന്നെ ഒരുപാട് അഡ്വാൻസ് കേസിൽ എന്താ സംഭവിക്കുക? that will lead to Kusumo's breathing. അത് പല ക്വസ്റ്റ്യൻസിലും ഞാൻ കണ്ടിട്ടുണ്ട്. that is deep breath, deep breath എടുക്കുക. ഡീപ്പ് ആൻഡ് ഫോഴ്സ്ഫുൾ ബ്രെത്ത് ആണ് കുസുമോൾസ് ബ്രീത്തിങ്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്താ വരിക? ഇന്നത്തെ ക്രോണിക് കിഡ്നി ഇഞ്ചുറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വരുന്നത് കുസുമോൾസ് ബ്രീത്തിങ് ആണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് വരുന്നത് യൂറിയ ആൻഡ് ക്രിയാറ്റിൻ ലെവൽ വിൽ ഓൾവേസ് ബി ഹൈ ഇൻ ദിസ് കേസ്. ഇതിനകത്ത്
What are the common causes of chronic disease? Kidney disease. Chronic kidney disease in the common cause in the of course, first and foremost one is that the diabetes mellitus. Diabetes mellitus ആണ് first cause ചോദിച്ചു കഴിഞ്ഞാൽ chronic kidney disease in the first cause, that is diabetes mellitus. It is about 45% കാരണം അത് തന്നെയാണ്. പിന്നെ interstitial diseases ആകാം, glomerular diseases ആവാം, hypertension ആകാം, systemic inflammatory disease ആകാം, renovascular disease ആകാം, congenital and inherited disease unknown. അപ്പോൾ first and foremost thing is that diabetes mellitus. That is the common cause of chronic kidney disease. ഇനി ഈ acute kidney failure-ലും chronic kidney failure-ലും എല്ലാം ഒരു എന്താ പറയാ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നോർമലി കിഡ്നി കണ്ടീഷനിൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. ഡയാലിസിസ് ക്യാൻ ബി ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, then at last there will be renal transplantation. Okay, അപ്പൊ അതാണ് acute kidney failure, chronic kidney failure, and this last investigation or last treatment is that renal transplantation. Then what this hemodialysis, peritoneal dialysis, everything. So this is the acute kidney failure and chronic kidney failure. ഇനി വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ റിയൽ സിസ്റ്റം തീരാറായി. ഇനി വരുന്നതാണ് നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫെക്ഷൻസ് ഓഫ് യൂറിനറി ട്രാക്ട്. അത് സിമ്പിൾ ആണ്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. What is the which organism is responsible for this urinary tract infection? Common cause. Which is organism? E. coli. E. coli. Yes, E. coli. Rarely Staphylococci also is responsible for this urinary tract infection. So common causes E. coli, which is derived from the GIT. So in women, mostly this infection are occurring in women because of the shortness of urethra. It is uncommon in men. Then what are the symptoms of this urinary tract infection? ഓരോന്ന് പറയാമോ? എന്തൊക്കെയാണ്? What are the symptoms of UTI? Frequency, urgency, Dysuria. dysuria. Okay. Low in പിന്നെ pain. കറക്റ്റ് ആണ്. ഫ്രീക്വൻസി, അർജൻസി, ഡിസ്യൂറിയ. പിന്നെ സുപ്രാപിബിക് പെയിൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ വോയിഡിങ് യൂറിൻ. Then strangury. What is strangury? What is strangury? That is intense desire to pass more urine after maturation. Intense desire to pass more urine after maturation due to the spasm of inflamed bladder. Then cloudy urine, non-visible or visible hematuria. സിമ്പിൾ ആണ്, നമുക്കിത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. UTI വളരെ സിമ്പിൾ ആണ്, പക്ഷെ ആ ഓർഗാനിസംസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കാം. Then that is UTI. Then next one is that acute pyelonephritis. What is pyelonephritis? It is the inflammation of pyelonephritis is the inflammation of kidney. That is the pyelonephritis. Here renal pelvis is inflamed. Renal pelvis is inflamed and small abscess will be formed in the renal parenchyma. That is acute pyelonephritis. UTI സാധാരണ ചെറിയ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ചേട്ടനാണ്, കുറച്ചുകൂടി വലുതാണ്. That is acute pyelonephritis. ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന സിംറ്റം എന്ന് പറയുന്നത് ഫീവർ ആണ്. ഫീവറും റിഗറും വരും, അതായത് എന്താ പറയാ, വിറച്ചു പനിക്കും. അതുപോലെ ലോയിൻ പെയിൻ ആൻഡ് ടെൻഡർനെസ് വിൽ ബി there. ഇത് എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാ? This is a renal infection that is caused by organism ascending from the bladder. Okay, and the bacteria is same as that of the UTI. ബ്ലാഡറിൽ നിന്ന് അസെൻഡ് ചെയ്ത് എവിടെ ചെല്ലും? കിഡ്നിയിൽ ചെന്നിട്ട് അവിടെ ഇൻഫെക്ഷൻസ് വരും. Organism is same as that of UTI. Here also rarely Staphylococcus is also responsible for this renal abscess. അപ്പൊ ഇവിടെ renal pelvis ആണ് inflamed ആവുന്നത്. അതുപോലെ തന്നെ അവിടെ എന്താ സംഭവിക്കുക? Renal abscess. Abscess will be formed in the renal parenchyma.
പിന്നെ ഇതിനകത്തൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ദാറ്റ് ഇസ് xanthogranulomatous pyelonephritis. It is a chronic infection which resembles the renal cell cancer. Renal cell ക്യാൻസറിനെ മിമിക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പൈലോനെഫ്രൈറ്റിസ് ആണ് xanthogranulomatous pyelonephritis. അതൊരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടതാണ് ഒരു വർഷത്തെ. അപ്പം xanthogranulomatous pyelonephritis, it is a, അത് നോട്ട് ചെയ്തോളൂ, it is a chronic infection that resembles the renal cell cancer. Okay, so that is acute pyelonephritis. Main symptoms, it is a triad, that is low in pain, fever and tenderness and also rigor. These are the symptoms of the acute pyelonephritis. Then next one is that reflex nephropathy. Reflex nephropathy എന്ന് പറഞ്ഞാൽ എന്താ? It is the chronic reflex of urine from bladder into ureter. Bladder തിരിച്ച് എങ്ങോട്ട് കയറി പോകും? യൂറീറ്ററിലേക്ക് കയറി പോകും. That was this reflex nephropathy was previously known as the chronic pyelonephritis. Urinary infection കൂടി കുട്ടികളിലാണ് സാധാരണ വരിക. UTI കൂടി വന്ന് തിരിച്ച് യൂറിൻ എന്ത് ചെയ്യും? ബ്ലാഡറിൽ നിന്ന് യൂറീറ്ററിലേക്ക് തിരിച്ച് കയറി പോകും. അതാണ് റിഫ്ലെക്സ് നെഫ്രോപ്പതി. അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുന്നത് എന്താണ്? ഇറ്റ് പ്രസൻസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഓൾസോ പ്രോട്ടീനൂറിയ. ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂറിയ, പിന്നെ അതുപോലെ UTIയുടെ എല്ലാ സിംറ്റംസും വരും. അതായത് ഡിസ്യൂറിയ, ഫ്രീക്വൻസി, ഏക്കിംഗ് ലംബാർ പെയിൻ, ഇതെല്ലാം വരും. ഹൈപ്പർ ടെൻഷൻ ഏത് ഏജിലും, അതായത് കൊച്ചു കുട്ടികളിൽ വരെ ഹൈപ്പർ ടെൻഷൻ നമുക്ക് അന്നേരം കാണാൻ പറ്റും. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് USG, അതുപോലെ മിക്ചുറേറ്റിംഗ് സിസ്റ്റം യൂറോഗ്രഫി, ഡെൻസ സ്കാൻ. അതാണ് റിഫ്ലെക്സ് നെഫ്രോപ്പതി. ഇതെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. ജസ്റ്റ് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി പോവാം. ദെൻ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് യൂറോലിത്തിയാസിസ് ആണ്. യൂറോലിത്തിയാസിസ് എന്താണ്? ദാറ്റ് ഇസ് ദ റീനൽ സ്റ്റോൺ ഫോർമേഷൻ. യൂറോലിത്തിയാസിസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. Renal stone, most commonly it is seen in about 60 to 70 aged men. Young men എന്നും പറയുന്നുണ്ട്, പക്ഷെ 60 to 70 ഏജ് രണ്ടും പറയുന്നുണ്ട്. അപ്പൊ ഇത് കോമൺലി മെന്നിലാണ് കൂടുതൽ കാണുന്നതെന്നാണ് പറയുന്നത്. This renal stone disease is common in men. Then here the calculi, അല്ലെങ്കിൽ ഈ സ്റ്റോണിന്റെ എന്താണ് സ്റ്റോണിനകത്തുള്ളത്? This calculi consists of aggregate of crystals usually containing calcium or phosphate. അപ്പൊ എങ്ങനെയാണ്? aggregate of crystals containing calcium or phosphate മാത്രമുള്ളോ? അല്ല, in combination with small amount of protein and glycoprotein. ചെറിയൊരു എമൗണ്ട് പ്രോട്ടീനും ഗ്ലൈക്കോപ്രോട്ടീനും കാണും, പ്ലസ് കാൽസ്യം ആൻഡ് ഓൾസോ ഫോസ്ഫേറ്റിന്റെ അഗ്രഗേറ്റ് ആണ് what is calculi. Then here its size varies from, അതിന്റെ സൈസ് എത്രയൊക്കെ ആകാം? Its size varies from sand like particles to round stones. പിന്നെ ഇത് നമ്മൾ സർജറി ഇൻഡിക്കേഷൻ വരുന്നത് എത്ര സൈസിന് മേളിലായാലാണ്? അറിയാമോ ആർക്കെങ്കിലും? 8 mm ആണോ? എത്ര സൈസിന്റെ മേളിൽ ആണെങ്കിലാണ് വരുന്നത് സ്റ്റോണിന്റെ 8 mm. 8 മില്ലിമീറ്ററിന് മുകളിൽ വരുമ്പോഴാണ് ദാറ്റ് ഇസ് ഇൻഡിക്കേഷൻ ഓഫ് സർജറി. പിന്നെ അതുപോലെ ദിസ് കാൽസ്യം സ്റ്റോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വിസിബിൾ ഇൻ എക്സ്റേ. ദാറ്റ് ഇസ് മനസ്സിലായോ? കാൽസ്യം സ്റ്റോൺ എന്ന് പറയുന്നത് എക്സ്റേയിൽ നമുക്ക് വിസിബിൾ ആണ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, സ്റ്റാഗ്ഹോൺ കാൽക്കുലൈ. സ്റ്റാഗ്ഹോൺ കാൽക്കുലൈ എന്താണ്? അതെങ്കിലും അറിയാമോ? അതിന്റെ കോമ്പോസിഷൻ, വാട്ട് ഇസ് ദ കോമ്പോസിഷൻ ഓഫ് ദിസ് സ്റ്റാഗ്ഹോൺ കാൽക്കുലൈ? കാൽസ്യം അമോണിയം ഫോസ്ഫേറ്റ്. കാൽസ്യം, യെസ്, മാഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ്, സ്ട്രൂവൈറ്റ് ആണ് അതിന്റെ കമ്പോണന്റ്. അതെന്ന് പറയുന്നത് ഈ റീനൽ പെൽവിസിൽ ഫിൽ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോൺ ആണ്. അതായത് ബിഗ് സ്റ്റോൺ ആണ് അത്. മനസ്സിലായോ? റീനൽ പെൽവിസ് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുന്ന കാൽക്കുലൈ ആണ് സ്റ്റാഗ്ഹോൺ കാൽക്കുലൈ, whose constituent is mostly of magnesium ammonium phosphate or struvite. That is staghorn
കാൽക്കുലേ. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്കറിയാമല്ലോ. പെയിൻ ആണ്, ഹെമറ്റൂറിയ ഉണ്ടാവും, UTI ഉണ്ടാകും, യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പിന്നെ പെയിൻ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെയിൻ ആണ്. ദാറ്റ് ഇസ് വാട്ട് പെയിൻ റേഡിയേറ്റ് ഫ്രം ലോയിൻ ടു റൗണ്ട് ദ ഫ്ലാങ്ക് ടു ഗ്രോയിൻ ആൻഡ് ഓഫൺ ടെസ്റ്റിസ് ഓർ ലേബിയം. അതാണ് അതിന്റെ റീനൽ കോളിക് അല്ലെങ്കിൽ യൂറിട്രൽ കോളിക് എന്ന് പറഞ്ഞ പെയിൻ റേഡിയേറ്റ്സ് ഫ്രം ലോയിൻ ടു ഗ്രോയിൻ, ലോയിൻ ടു round the flank to groin and often testis or labium. അതിന്റെ പെയിന് വേറൊരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. എന്താണ്? ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ പെയിന്. വാട്ട്? Its pain is steadily increasing in intensity to reach a peak in few minutes. പതുക്കെ 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 അല്ല അതിന്റെ വേദന കൂടുന്നത്. സഡൻ ആയിട്ട് പെയിൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പെയിൻ ഇസ് സ്റ്റെഡിലി ഇൻക്രീസിങ് ആൻഡ് ദാറ്റ് വിൽ ബി അസോസിയേറ്റഡ് വിത്ത് പാലർ, സ്വെറ്റിംഗ് ആൻഡ് വോമിറ്റിംഗ്. അതാണ് എന്താ പറയാ ദിസ് യൂറോലിത്തിയാസിന്റെ റീനൽ സ്റ്റോണിന്റെ പെയിന്റെ പ്രത്യേകത. ഇൻവെസ്റ്റിഗേഷൻസ് എന്താണ് സാധാരണ? എക്സ്റേ ആണ്. About 90% of stones contains calcium and calcium can be visualized in plain X-ray. പിന്നെ ഇതിനകത്ത് what is the gold standard of type of investigation of this renal stone? What is the gold standard? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. എന്താണത്? 99% of renal stones can be visible through this investigation. That is CT. Yes, CTKUB. That is non-contrast computerized tomographic scan of kidney, ureter and bladder. That is the gold standard for diagnosing renal stone within the kidney or ureter, and 99% of stones are visible through this method. That is CTKUB. അതുപോലെ USG can also be used for this identification of this stone. ഇനി most common ആയിട്ട് കാണുന്ന സ്റ്റോൺ ഏതാണ്? അതിന്റെ ഏത് കമ്പോസിഷൻ ഉള്ള സ്റ്റോൺ ആണ്? കാൽസ്യം ഓക്സലേറ്റ്. കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണ്. 60% ഏതാണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. പിന്നെ എന്താ? കാൽസ്യം ഫോസ്ഫേറ്റ് വരുന്നുണ്ട്. ഒരു ടേബിൾ ഉണ്ട് നമ്മുടെ ഡേവിഡ്സണില്. കാൽസ്യം ഓക്സലേറ്റ് 60%, കാൽസ്യം ഫോസ്ഫേറ്റ് 15%, യൂറിക് ആസിഡ് ആവുമ്പോൾ അത് 10%, മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സ്ട്രോയിറ്റ് ദാറ്റ് ഇസ് 15%. അതിനകത്ത് ചെറിയ എമൗണ്ട് കാൽസ്യം ഫോസ്ഫേറ്റും ഉണ്ട്. പിന്നെ സിസ്റ്റൈൻ ആൻഡ് അതേഴ്സ് ദാറ്റ് ഇസ് 1%. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൗ ക്യാൻ ഇറ്റ് ബി ട്രീറ്റഡ്? It is ESWL, that is extracorporeal shockwave lithotripsy. പൊടിച്ചു കളയുക, അതാണ് ESWL. Then nephrolithotomy. What is nephrolithotomy? ഓപ്പൺ ചെയ്തിട്ട് എടുത്തു കളയുക. അപ്പോ ESWL ഉം നെഫ്രോലിത്തോട്ടമി ആണ് ഇതിന്റെ രണ്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബിലോ 10 mm സൈസ് ആണെങ്കിൽ നമുക്ക് ലിത്തോട്രിപ്സി വഴി അതായത് പൊടിച്ചു കളയാം. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ എബൌട്ട് 10 mm സൈസ് ആണ് എങ്കിൽ നെഫ്രോസ്റ്റമി തന്നെ വേണം. ഓപ്പൺ ചെയ്തിട്ട് എടുത്തു കളയേണ്ടി വരും. മനസ്സിലായോ? ദെൻ ഇതിന്റെ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ വൈറ്റമിൻ ഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ we should set them to stop vitamin D. Also stop vitamin C. If he is taking vitamin D or vitamin C, we have to tell to stop this vitamin D or vitamin C. Okay, so that is this what urolithiasis or renal stone. That is an easy portion. So then next we are going to the tumors of kidney. Here tumors of kidney എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. റീനൽ സെൽ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? റീനൽ സെൽ ക്യാൻസർ is the most malignant cancer. നമ്മുടെ ഏറ്റവും കൂടുതൽ മാലിഗ്നന്റ് ആയിട്ടുള്ള ക്യാൻസർ ആണ് റീനൽ സെൽ ക്യാൻസർ. ഇത് 60 to 75 years ഓൾഡ് ആയിട്ടുള്ള ആളുകളിലാണ് മോസ്റ്റ്ലി കാണുന്നത്. മോസ്റ്റ്ലി അസിംപ്റ്റമാറ്റിക് ആണ്. ഇത് കണ്ടുപിടിക്കാൻ
ഭയങ്കര പാടാണ്. കാരണം 50% it will be 50% വരെ ആവണ വരെ that will be asymptomatic. പിന്നെ അതുപോലെ ഒരു 60% ആളുകളിൽ 60% ആളുകളിൽ that will be hematuria will be there. അല്ലെങ്കിൽ ഒരു 60% ആയി കഴിഞ്ഞാൽ that is the reason. 60% ആയി കഴിഞ്ഞാൽ there will be hematuria. Then another symptom is that lowing pain will be there and also palpable mass will be there. Then its symptoms are what? Fever will be there. Other constitutional symptoms, that is fever will be there, increased ESR will be there, everything will be there. So then its investigation is of course USG and CT. Here there is one question is that painless hematuria can be seen in which tumor? Painless hematuria can be seen in children. In which tumor? Wilms tumor. Wilms tumor ലാണ് പെയിൻലെസ് ഹെമറ്റൂറിയ വരുന്നത്. അഡൽട്ടിലാണെങ്കിലോ ഗ്രാവിക്സ് ട്യൂമർ കേട്ടോ. വിൽംസ് ട്യൂമർ ചിൽഡ്രനില്, അഡൽട്ടില് ഗ്രാവിക്സ് ട്യൂമർ. അപ്പൊ അത്രയേ ഉള്ളൂ റീനൽ സെൽ ക്യാൻസർ. അത് അത്ര ഇതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. Then next one is that urinary incontinence, that is what? Involuntary leakage of urine. Involuntary leakage of എന്തോ അഡൽട്ടിലുള്ള പെയിൻലെസ് ട്യൂമർ ഏതാ? ഗ്രാവിക്സ് ട്യൂമർ, GRAVITS, ഗ്രാവിക്സ് ട്യൂമർ ആണ്. ഓക്കെ 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 മാം. ഓക്കെ. ദെൻ നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇൻവോളണ്ടറി ലീക്കേജ് ഓഫ് യൂറിൻ. യൂറിൻ ഇൻവോളണ്ടറി ആയിട്ട് പോവുകയാണ്. അതെന്താ? രണ്ട് ടൈപ്പ് ഉണ്ട്. സ്ട്രെസ് ഇൻകോണ്ടിനൻസും ഉണ്ട്, ഏർജ് ഇൻകോണ്ടിനൻസും ഉണ്ട്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂ ടു സ്ട്രെസ്. ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂ ടു എർജൻസി. സ്ട്രെസ് ഇൻകോണ്ടിനൻസിൽ വരുന്ന എന്താണ്? ബ്ലാഡർ പ്രഷർ യുറീത്രയുടെ പ്രഷറിനേക്കാളും കൂടുതലാകും. പാസീവ് ബ്ലാഡർ പ്രഷർ ദാറ്റ് എക്സീഡ്സ് ദ യുറീത്രൽ പ്രഷർ. പക്ഷെ അർജ് ഇൻകോണ്ടിനൻസിൽ എങ്ങനെയാണ്? ഇൻക്രീസ്ഡ് ബ്ലാഡർ പ്രഷർ ദാറ്റ് ഓവർകംസ് യുറീത്രൽ സ്ഫിൻക്റ്റർ. That is due to detrusor muscle overactivity. Detrusor muscle overactivity ആണ് അർജ് ഇൻകോണ്ടിനൻസിന്റെ കാരണമെങ്കിൽ സ്ട്രെസ് ഇൻകോണ്ടിനൻസിന്റെ കാരണം pelvic floor muscles weak ആയതുകൊണ്ടാണ്. സോ എന്താണ്? പാസീവ് ബ്ലാഡർ പ്രഷർ exceeds urethral pressure in stress incontinence. Increased bladder pressure that overcomes urethral sphincter in urge incontinence. And the pathology is in urge incontinence is the detrusor muscle overactivity, and in stress incontinence that is pelvic floor muscles will be weak. അത്രേ ഉള്ളൂ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് പ്രോസ്റ്റേറ്റ് ഡിസീസസ്. ലാസ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. റീനൽ സിസ്റ്റം തീർന്നു. പ്രോസ്റ്റേറ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വരുന്ന ഡിസീസ്? ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് prostatitis, that is the inflammation of prostate gland is prostatitis. It can be bacterial or it can be non-bacterial. അത് ബാക്ടീരിയലും ആകാം, അത് നോൺ ബാക്ടീരിയലും ആകാം. നേരത്തെ അതിന് ഇറ്റ് വാസ് കോൾഡ് ആസ് ക്രോണിക് പെൽവിക് പെയിൻ സിൻഡ്രോം എന്നാണ് ഈ പ്രോസ്റ്റാറ്റൈറ്റിസിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ് ഇസ് chronic pelvic pain syndrome. That is nothing but it is the inflammation of prostate gland. It can be bacterial or non-bacterial. എന്തൊക്കെയായിരിക്കും അതിന്റെ സിംറ്റംസ്? ഫ്രീക്വൻസി, dysuria, painful ejaculation, enlarged and tender prostate. അതാണ് അതിന്റെ സിംറ്റംസ്. enlarged and tender prostate ആയിരിക്കും because എന്താണ്? there is the inflammation of prostate gland. Then next one is that benign prostatic enlargement, or it is called as benign prostatic hypertrophy.
മോസ്റ്റ്ലി ഇത് നമ്മൾ എന്താ പറയാ ക്വസ്റ്റ്യൻസിലെല്ലാം കാണുന്നതാണ്. ഏത് ഏജ് ഗ്രൂപ്പിലാണ് BPH ഉണ്ടാവുന്നത്? കോമൺലി ഓൾഡ് ഏജ് ആണ്. അതായത് എന്തായാലും 60 ഇയേഴ്സ് എബവ്, 60 ഇയേഴ്സ് എബവ് അല്ലെങ്കിൽ 80 ഇയേഴ്സ് അറൌണ്ട് ആ ഒരു ഏജിലാണ് ഇത് നോർമലി കാണുന്നത്. ബിനൈൻ ആണ്, പറയുന്ന പോലെ തന്നെ ദാറ്റ് ഇസ് നോട്ട് ക്യാൻസർ, ദാറ്റ് ഇസ് സിംപ്ലി പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ് that will lead to symptoms like hesitancy, poor urine flow, straining, urgency, urge incontinence, sensation of incomplete emptying, poor urine flow. ഇതെല്ലാമാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് USG നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് വോയിഡൽ യൂറിൻ ഈസ് റെക്കോർഡഡ്. പോസ്റ്റ് വോയിഡൽ യൂറിൻ ആണ് BPHന്റെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. നോർമൽ ക്വാണ്ടിറ്റി ഓഫ് പോസ്റ്റ് വോയിഡൽ യൂറിൻ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 50 ml, that is adequate. പക്ഷേ പോസ്റ്റ് വോയിഡൽ യൂറിൻ if it is greater than 200 ml, it is abnormal. അപ്പോ എന്താണ്? greater than 200 ml പോസ്റ്റ് വോയിഡൽ യൂറിൻ ആയാൽ that is abnormal. But if it is less than 50 ml, it is adequate. അപ്പം എന്താണ്? greater than 200 ml ആണ്, it is sure shot BPH. So അപ്പൊ first one USG, then post voidal urine, then next one is transrectal ultrasound scan or TRUS. Okay, then ഇനി ഒരു എന്താ പറയാ, അത് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ പറയാം. Then next one we can deal with this prostate cancer. ഇത് രണ്ടും സെയിം എന്താ പറയാ, സിംറ്റംസ് എല്ലാം സെയിം തന്നെയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് BPHന്റെ സിംറ്റംസ് തന്നെയാണ്. പക്ഷെ ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, prostate cancer it is most commonly seen in African American populationലാണ് ഈ prostate cancer mostly കാണുന്നത്. So it has got the same symptoms as that of this BPH. So on digital examination രണ്ടും തമ്മിൽ BPHും prostate cancerും രണ്ടും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. പക്ഷേ ഡിജിറ്റൽ എക്സാമിനേഷനിൽ BPH ആണെങ്കിൽ that will be smooth, but carcinoma will be, it is hard and stony. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ എക്സാമിനേഷനിൽ if it is BPH it is smooth, but in carcinoma it is hard and stony. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്യൂമർ മാർക്കറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ കാണുന്നത്, ദാറ്റ് ഇസ് PSA or it is prostate specific antigen. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ട്യൂമർ മാർക്കർ ആണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ കാണുന്നതാണ്. അതിന്റെ നോർമൽ എമൗണ്ട് എന്ന് പറയുന്നത് 0 to 4 നാനോഗ്രാം ആണ്. അതിൽ കൂടുതലായാൽ that indicates prostate cancer. പക്ഷേ this PSA can be seen in BPH also. Sometimes it can be seen in BPH and prostatitis also. ഇത് രണ്ടെണ്ണത്തിലും PSA കാണാം. സോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? PSA നമ്മൾ ചെയ്ത് നോക്കണം, പ്ലസ് DRE, that is digital rectal examination. ഇത് രണ്ടും കൂടി ചെയ്താൽ മാത്രമാണ് whether it is prostate cancer or it is BPH ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ രണ്ട് ഇൻവെസ്റ്റിഗേഷനും നമ്മൾ ചെയ്യും. കാരണം PSA മാത്രം ചെയ്താൽ അത് ഫാൾസ്ലി പോസിറ്റീവ്, ബിക്കോസ് വേറെ പല ഇതിനകത്തും അത് കാണുന്നത് കൊണ്ട് നമുക്കത് അതിന്റെ ഒരു കൺഫർമേഷൻ ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ കൺഫർമേഷൻ ഈസ് ഓൺലി ബൈ വാട്ട്? This cancer, so confirmation is only by biopsy. So that is prostate cancer. Then next one is testicular tumor. ടെസ്റ്റിസിൽ വരുന്ന ട്യൂമർ ആണ്. ടെസ്റ്റിക്കുലർ ട്യൂമർ എന്ന് പറയുന്നത് അൺകോമൺ ആണ്, ഇത് കോമൺ ആയിട്ടുള്ള സംഭവമല്ല. ബട്ട് ഇറ്റ് ഈസ് ഒക്കറിംഗ് ഇൻ മോസ്റ്റ്ലി യങ് മെയിൽ ഓർ യങ് മെയിൽ ആണ്. 20 to 40 ഏജ് ഗ്രൂപ്പ് ഉള്ള
ആളുകൾക്കാണ്, മെയിൽസിനാണ് എന്ത് വരുന്നത്? ദിസ് ടെസ്റ്റിക്കുലാർ ട്യൂമേഴ്സ്. ഇതിന്റെ വാട്ട് ഡു യു നോ വാട്ട് ഇസ് ദി ട്യൂമർ മാർക്കർ ഫോർ ദിസ് ടെസ്റ്റിക്കുലാർ ട്യൂമർ? എന്തൊക്കെയായിരിക്കും ട്യൂമർ മാർക്കർ ടെസ്റ്റിക്കുലാർ ട്യൂമറിന്റെ? രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്യൂമർ മാർക്കർ ഉണ്ട്. വൺ ഇസ് ആൽഫ ഫീറ്റോപ്രോട്ടീൻ ആൻഡ് അനദർ വൺ ഈസ് ബീറ്റ HCG. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ട്യൂമർ മാർക്കേഴ്സ് ഫോർ ദിസ് ടെസ്റ്റിക്കുലാർ ട്യൂമർ ആർ ആൽഫ ഫീറ്റോപ്രോട്ടീൻ ആൻഡ് ബീറ്റ HCG. ഇനി ഏതൊക്കെയാണ് ട്യൂമേഴ്സ്? മോസ്റ്റ് കോമൺലി സീൻ ട്യൂമർ സെമിനോമ ആൻഡ് ടെറട്ടോമയാണ്. യങ് ഏജ് ഗ്രൂപ്പിൽ സെമിനോമ ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് ദിസ് ടെറട്ടോമ ഈസ് cancer of testicle. So seminoma and teratoma are both are cancerous tumors. Seminoma and teratoma are cancerous, but there is one benign tumor is there, that is Leydig cell tumor that will produce estrogen and gynecomastia will be the symptom. അപ്പോൾ ഏതാണ് ക്യാൻസറസ്? സെമിനോമ ടെറട്ടോമയാണ്. ബിനൈൻ ആയിട്ട് വരുന്നത് ലേഡിക് സെൽ ട്യൂമർ ആണ്. അത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗൈനക്കോമാസ്റ്റിയ ഓർ ഫീമെയിൽ ക്യാരക്ടർ ഇൻ മെയിൽ ക്യാൻ ബി സീൻ. Okay, then last portion is that erectile dysfunction. That is the last portion of our renal system. There are several causes for this erectile dysfunction. എന്തൊക്കെയാണ്? Vascular, neuropathic and psychological causes. This in this this causes of erectile dysfunction is that with reduced libido reduced ആണെങ്കിൽ അതിന്റെ causes എന്തൊക്കെയാണ്? Depression and also hypogonadism. With intact libido is there, so other symptoms, what are the other problems are psychological problems including anxiety, vascular insufficiency, neuropathic causes, that is diabetes mellitus, alcohol excess, multiple sclerosis, other drugs like beta blockers, thiazide, diuretics. Okay, this is all about this renal system. എല്ലാവർക്കും മനസ്സിലായോ റീനൽ സിസ്റ്റം? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ റീനൽ സിസ്റ്റത്തില്? ഇന്ന് പഠിപ്പിച്ചതില് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം, ഞാൻ ക്വസ്റ്റ്യൻ പറയാം. Diagnostic characteristics in carcinoma prostate with metastasis is raised in what? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോളൂ. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ഏതാണ്? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ബട്ട് ആസിഡ് ഫോസ്ഫേറ്റേസും പറയുന്നുണ്ട്, മനസ്സിലായോ? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആണ്, ബട്ട് ആസിഡ് ഫോസ്ഫേറ്റേസും അതിനകത്ത് ട്യൂമർ മാർക്കർ ആയിട്ട് പറയുന്നുണ്ട്. സോ യു ക്യാൻ ടിക്ക് ദിസ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. Then polycystic disease of kidney may have cyst in all of the following organs except which one? ലങ് ആണോ? Yes, lungs ആണ് കേട്ടോ. ബാക്കി എല്ലാത്തിലും പോളിസിസ്റ്റിക് കിഡ്നി മീൻസ് ഇതിനകത്ത് സിസ്റ്റുകൾ ഉണ്ടാവും. ലിവറിൽ, പാൻക്രിയാസിൽ, സ്പ്ലീനിൽ എല്ലാം എന്താ പറയാ സിസ്റ്റ് ഉണ്ടാവും. Then which one of the following is not a feature of nephrotic syndrome? ഏതാണ്? Not a feature of nephrotic syndrome. Increased urine output. Increased urine output. Very good. Increased urine output. Then presence of RBC cast in urine is indicative of Acute glomerulonephritis. acute glomerulonephritis.
maximum amount of albumin in urine is present in which condition? Nephrotic syndrome. Nephrotic syndrome. Very good. Next one. In diabetic nephropathy, all of the following are true except what? Cardiovascular abnormalities can occur. Micro and macro albuminuria can occur. AC inhibitors can reduce microalbuminuria. Insulin requirement become high. ഏതാണ്? Insulin requirement become high and answer. Okay. Then Kusumo's respiration occurs in what? Metabolic acidosis. Metabolic acidosis. Respirate. Very good. Metabolic acidosis. Then next question. A patient with nephrotic syndrome on long-standing corticosteroid therapy may develop all of the following except. A patient with nephrotic syndrome on long-standing corticosteroid therapy may develop all of the following except. Hypertrophy of muscle. Very good. Hypertrophy of muscle. അടുത്തത് നമ്മൾ നോക്കിയത് തന്നെയാണ്. പിന്നെ in a suspected case of prostatic enlargement, which one of the following procedure is likely to confirm diagnosis? Rectal examination. Very good. Rectal examination. Then renal thrombosis, renal vein thrombosis ആണ്. Renal vein thrombosis is most commonly associated with Membranoproliferative. very good. Membranoproliferative glomerulonephritis. Then painless hematuria occurs in the following disease except ആണ് ഏതാണ്? Pyelonephritis. Very good. Polycystic kidney disease എന്തോ? Polycystic kidney disease occurs in whom? Adult. Adultum ആകാം, ഓൾഡും ആകാം. അത് നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ആണ്. അതായത് 50 years ആൻഡ് കൂടുതലും വരുന്നത് 50 years above ആണ് എന്ന് പറയുന്നുണ്ട്, അഡൽട്ട് എന്നും പറയുന്നുണ്ട്. അപ്പം adult is the answer mostly. Then what is the normal level of creatinine in blood serum? 0.6 to 1.2. 0.6 to 1.2. 0.6 to 1.2. Then broad urinary casts are seen in acute renal failure. Acute renal failure ലാണ് broad urinary cast കാണുന്നത്. Then presence of RBC cast in urine is indicative of Acute glomerulonephritis. very good. Urine analysis shows 29ാമത് നമ്മൾ നോക്കിയത് തന്നെയാണ്. അടുത്ത നോക്കൂ, urine analysis shows RBC cast. Likely source of this RBC cast is ഏതാണ്? RBC എവിടെന്നാ വരുന്നത്? കിഡ്നി എന്നാണ്. യെസ്, കിഡ്നി ആണ്. അപ്പോ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ എന്താ പറയാ റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് ഈ റിയൽ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതുപോലെ സ്വാൻസൺസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. സ്വാൻസൺസിന്റെ ടെക്സ്റ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഏത് ടെക്സ്റ്റ് ഡോക്ടർ? സ്വാൻസൺസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. സ്വാൻസൺസ്. അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ സിസ്റ്റങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട്. എക്സ്ക്യൂസ് മീ മാം, ക്വസ്റ്റ്യൻ 49 ഒന്ന് പറഞ്ഞു തരുമോ?
ഏതാണ്? എ പേഷ്യന്റ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രോം ഓൺ ലോങ് സ്റ്റാൻഡിംഗ് കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി ഹൈപ്പർട്രോഫി ഓഫ് മസിൽ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവും, ന്യൂറോസൈക്കാട്രിക് സിംറ്റംസ് ഉണ്ടാവും, സെപ്പറേഷൻ ഓഫ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് ഉണ്ടാവും, ഹൈപ്പർട്രോഫി ഓഫ് മസിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ റീനൽ സിസ്റ്റം കഴിഞ്ഞു. എന്തെങ്കിലും മനസ്സിലായോ എടുത്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവ്യൂ പോലെ പറയണമെന്നുണ്ടെങ്കിൽ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. ഡോക്ടറെ, ഈ PPT ഒന്ന് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കോ ഇവർക്ക്? സാറേ, എന്നെ ഇതിനകത്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. അല്ല, ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ വേണേൽ ആഡ് ചെയ്യാം. ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ഇട്ട് തന്നാൽ മതി, ഞാൻ ഗ്രൂപ്പിലേക്ക് കൊടുത്തേക്കാം. ഓക്കെ കുഴപ്പമില്ല, അല്ല, ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഫാക്കൽറ്റികൾ നമ്മള് ചിലരെ നല്ല ആഡ് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. അല്ല സാറേ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ. അല്ല, അപ്പോൾ ഇവർക്കൊരു ഒന്ന് ഓടിച്ച് വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കൂടെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. വേറെ എന്തെങ്കിലും ഡിസ്കഷനോ വല്ലതും ഉണ്ടെങ്കിൽ ആകാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡോക്ടർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേറെ സിസ്റ്റംസ് വല്ലതും ഉണ്ടോ? സാറേ, GIT കുഴപ്പമില്ല, GIT എടുക്കാമായിരുന്നു. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. 3 ക്ലാസ്സും നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ അപ്പോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കമന്റ്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പോ നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ശുഭരാത്രി. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.